നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോട്ടോയും വീഡിയോയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അതായത് എന്തൊക്കെ ടൂളുകളാണ് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടൂളുകളാണ് വീഡിയോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഫോട്ടോയ്ക്കാണ് ഫ്ലാഷുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് കൊണ്ട് പടം വരയ്ക്കുക എന്നാണ് ഫോട്ടോഗ്രാഫിയെ വല്ല വീഡിയോഗ്രാഫിയും പറയുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഫ്ലാഷുകൾ യൂസ് ചെയ്യുന്നു, അതിൽ LC പോലത്തെ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഫ്ലാഷുകളാണ് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഒറ്റ ക്ലിക്കിൽ നല്ല തീവ്രമായ പ്രകാശം കിട്ടും. അതുകൊണ്ട് ഫ്ലാഷുകൾ യൂസ് ചെയ്യുന്നു. വീഡിയോഗ്രാഫിയിൽ വീഡിയോ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നു. ഈ വീഡിയോ ലൈറ്റുകൾ ചില പോർട്ടബിൾ ലൈറ്റുകളൊക്കെ ഫോട്ടോയ്ക്കും യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ഫ്ലാഷുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ അറ്റാച്ച് ചെയ്ത് ഇൻ ക്യാമറ ഫ്ലാഷുകളും അതായത് ട്രിഗറുകൾ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഫ്ലാഷുകളുമുണ്ട്. 2, 3 അറേഞ്ച് ചെയ്ത് വെക്കാം. AD 200, 400, 300 അല്ല 100, AD 100 അങ്ങനെ കോഡോക്സിൻ്റെ കുറേ മോഡലുകളുണ്ട്. കോഡോക്സിൻ്റെ മാത്രമല്ല പല കമ്പനികളുടെയും ഉണ്ട്. അപ്പം ഫ്ലാഷ് യൂസ് ചെയ്തെടുക്കുന്ന ഫോട്ടോസിന് ഒരു പ്രത്യേക മിഴിവായിരിക്കും. അത് മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഇതൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്ന ഒരാൾ വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ് ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു ഇച്ചിരി പാടുള്ള കാര്യമാണ്. നമുക്കൊരു ക്യാമറ കയ്യിലോട്ട് കിട്ടിയാൽ കുറേ നമ്മൾ നടന്ന് പൂവിൻ്റെയും കായൻ്റെയും ഒക്കെ പടങ്ങളൊക്കെ എടുക്കും. അല്ലെങ്കിൽ കുറച്ച് ഉത്സവങ്ങൾക്ക് പോയാൽ കുറച്ചൊക്കെ നല്ല രീതിയിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള പടങ്ങളൊക്കെ എടുക്കാൻ സാധിക്കില്ലെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഫ്ലാഷ് അല്ലെങ്കിൽ ട്രിഗർ ഉപയോഗിച്ച് ഫ്ലാഷ് വർക്ക് ചെയ്യും. ഇപ്പം 2 ഫ്ലാഷാണ് വെച്ചേക്കുന്നെങ്കിൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് പവർ കൂട്ടിയും കുറയ്ക്കാൻ ട്രിഗർ വഴി സാധിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് നല്ല ക്രിയേറ്റീവ് പടങ്ങൾ. ഇപ്പോൾ ഒരു സൈഡിൽ പ്രകാശം കൂടുതൽ കൊടുത്തിട്ട് ഒരു പ്രകാശം കുറച്ച് കൊടുക്കുക, ഒരു ഫ്ലാഷ് പുറയും കൂടെ കൊടുത്ത് 3 പോയിൻ്റൊക്കെ കൊടുക്കുക. നമുക്ക് ഈ 3 ഫ്ലാഷുകളും നമ്മുടെ ട്രിഗർ വഴി കൺട്രോൾ ചെയ്ത് നല്ല പടങ്ങൾ എടുക്കാൻ പഠിക്കണം. അതാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അവൈലബിൾ ലൈറ്റിലും ഫ്ലാഷിലും നമുക്ക് എടുക്കാൻ പോകുന്നതാണ് അതിൻ്റെ അകത്ത് ബേസിക്കായുള്ള കാര്യങ്ങൾ. അതുപോലെ വീഡിയോഗ്രാഫിയിലാണെങ്കിലും ലൈറ്റുകൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇപ്പം പവർ കുറയ്ക്കാവുന്ന മോഡൽ കോഡോക്സിൻ്റെ നോർമൽ വീഡിയോ ലൈറ്റുകളുണ്ട്, ഒറ്റ പവർ വെച്ചേക്കുന്ന കല്യാണത്തിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോഡോക്സിൻ്റെയൊക്കെ പല പവറുകൾ കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാവുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ റീലൊക്കെ എടുക്കാനാണെങ്കിൽ പല ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന ഇത് വലിയ ക്രിയേറ്റീവൊന്നുമല്ല, പക്ഷേ ബാക്ക് ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയിലൊക്കെ റീലും യൂട്യൂബ് വീഡിയോസും ഒക്കെ എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുക. വെഡ്ഡിങ്ങിലാണെങ്കിൽ തന്നെ വെഡ്ഡിങ്ങിൽ ഒരു 2 പോയിൻ്റ് ലൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വെഡ്ഡിങ്ങൊക്കെ പോകുന്നത്. സ്റ്റേജിൽ ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 ലൈറ്റ് വെക്കും. ഫോട്ടോയ്ക്കും അതെ. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ പ്രകാശത്തിലായിരിക്കും വെഡ്ഡിങ് ഫുള്ള് കവർ ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം അവിടെ കാണത്തുള്ളൂ. പിന്നെ സ്റ്റേജിൻ്റെ വെട്ടമൊക്കെ അവൈലബിൾ ലൈറ്റും ഒക്കെ കൊണ്ടെടുക്കും. അപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ അകത്താണെങ്കിലും കപ്പിൾ ഷോട്ടോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ സിംഗിളൊക്കെ എടുക്കുമ്പം നമ്മൾ LC എന്ന് പറഞ്ഞ ലൈറ്റുണ്ട്, പോർട്ടബിൾ ലൈറ്റാണ്, വീഡിയോ ലൈറ്റാണ്. അത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റീവായിട്ട് കൊടുത്തെടുക്കാറുണ്ട്. പിന്നെ ഔട്ട്ഡോർ ഇറക്കിയിട്ട് നല്ല ലൈറ്റ് നോക്കി നിർത്തണം. സൂര്യൻ കിഴക്കാണെങ്കിൽ അതനുസരിച്ച് ഓപ്പോസിറ്റ് മുഖത്തോട്ട് ഷെയ്ഡ് വരാത്ത രീതിയിൽ നോക്കി നിർത്തിയൊക്കെ ഫോട്ടോസ് എടുക്കണം. അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അതാണ് ഫോട്ടോയും വീഡിയോയും തമ്മിലുള്ള മേജറായിട്ടുള്ള വ്യത്യാസം. പിന്നെ വീഡിയോയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ ഓഡിയോ ശ്രദ്ധിക്കണം എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. വെച്ചാൽ നമ്മളൊരു ഫങ്ഷൻ കവർ ചെയ്യുവാണെങ്കിൽ ക്യാമറ ഓഡിയോയിൽ ചിലപ്പോൾ ആ ഏരിയയിലെ നോയ്സുകൾ മുഴുവൻ കയറി വരും. അപ്പോൾ അത് നമുക്ക് വൃത്തിക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മൈക്കിൻ്റെ അവിടെ കൊണ്ട് റെക്കോർഡർ വെക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ചിലപ്പം കെൽവിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, നമ്മുടെ റെഡും ബ്ലൂഷും ആക്കാനുള്ള സംഭവം. അത് എൻട്രി ക്യാമറയൊന്നുമില്ല, പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ലൈറ്റ് ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ വീഡിയോ ലൈറ്റൊക്കെ ഉള്ളത് നമ്മുടെ ഹാലജൻ ലൈറ്റ്, ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചുമല പ്രകാശം റെഡ് കളറാണ് കയറി വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് പിടിച്ച് നമ്മുടെ ടോണ് കറക്റ്റാക്കിയില്ലെങ്കിൽ വീഡിയോസ് സുഖമില്ലാതെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നമുക്ക് ഷെയ്ക്ക് ഇല്ലാതെ വീഡിയോസ് എടുക്കണം. ഫോട്ടോയ്ക്കാണെങ്കിൽ നമുക്ക് കൈ പിടിച്ച് കറക്റ്റായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം. വീഡിയോ എടുക്കുമ്പം നമുക്ക് അങ്ങനെ കൈ പിടിച്ച് എടുക്കുക അത്യാവശ്യമൊക്കെ ചെറിയ ഷോട്ടുകളൊക്കെ. പക്ഷേ വീഡിയോ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എടുക്കുന്ന ട്രൈപോഡ് അല്ല ഗിംബൽ, മോണോപോഡ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വേണം എടുക്കാൻ. നമുക്ക് ഈ ഗിംബൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടക്കാലം കൊണ്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഗിംബലിങ്. നമുക്കറിയാം ക്യാമറ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് കാലിബ്രേറ്റ് ചെയ്യും. കുലുക്കം വരാതെ അത് കാലിബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ക്യാമറ മുമ്പിൽ ഇങ്ങനെ റിമോട്ടെ കൺട്രോൾ ചെയ്ത് നല്ല വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ട്രൈപോഡ് എന്ന് പറയും, 3 കാല സ്റ്റാൻഡ് ക്യാമറ വെച്ചിട്ട് നല്ല വൃത്തിക്ക് എടുക്കുന്നതിന് പാൻ ചെയ്യുക, ടിൽറ്റ് ചെയ്യുക, അതുപോലെ തന്നെയൊക്കെ അങ്ങനെയുള്ള കുറേ ഷോട്ടുകളൊക്കെ സൂം ഷോട്ടൊക്കെ എടുക്കാനൊക്കെ ട്രൈപോഡാണ്. സ്റ്റഡി ആയിട്ട് വെച്ചെടുക്കുക എന്ന് പറയും. അപ്പം കുറച്ച് നാൾ മുമ്പ് വരെ സ്റ്റഡി വെച്ചാൽ വെഡ്ഡിങ് ഇവൻറ്റ് വർക്കിന് സ്റ്റഡി സേഫ് എടുക്കാൻ വേണ്ടി 2 പേര്, ഇപ്പം വലിയ വർക്കിനും അതെ സ്റ്റഡി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഗിംബലിൽ പോവുക, സേഫ് എടുക്കുകയെന്ന് ട്രൈപോഡെ വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷൻ്റെ സേഫ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് വെക്കുക.
അങ്ങനെ എടുക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയ്ക്കാണെങ്കിൽ ക്യാൻഡിഡ് എന്ന് പറയും. ക്യാൻഡിഡും ട്രഡീഷണലും എടുക്കുമ്പോൾ ഒരു ഇവൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്യാൻഡിഡ് എടുക്കാൻ വേറൊരാളെയും കൂടെ വിടും, നല്ല ഒരു ആർട്ട് ലെൻസൊക്കെ ഇട്ട്. അപ്പോൾ ആ ഇവൻ്റ് വർക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ വെച്ചാൽ ക്യാൻഡിഡ് എടുക്കുന്ന ആൾക്ക് തന്നെ ചിലപ്പം രണ്ടും കൂടി എടുക്കാൻ പറ്റുകയില്ല. അപ്പം ഒരു ലെൻസിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അത് രണ്ടുപേരും നിൽക്കാറുണ്ട് വലിയ വലിയ വർക്കിനൊക്കെ. അപ്പം വീഡിയോഗ്രാഫിക്കാണെങ്കിൽ അപ്പം പറഞ്ഞ പോലെ തന്നെ ഗിംബലിലും ട്രൈപോഡിലും നിൽക്കും. അതുപോലെ തന്നെ മോണോപോഡ് എന്ന് പറയും, ഒറ്റ കാലിലുള്ള സംഭവമാണ് മോണോപോഡ്. പിന്നെ ഈ ഗിംബൽ വരുന്നതിന് മുമ്പ് സ്റ്റഡി ക്യാം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, ഈ ക്യാമറ ഇളകാതെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ ക്യാമറകൾ ഇതുപോലെ തന്നെ മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ക്യാമറയ്ക്ക് വലിയ മാറ്റം, പക്ഷേ വീഡിയോഗ്രാഫി ക്യാമറയ്ക്ക് നല്ല മാറ്റങ്ങളായിരുന്നു. തോളെ വെക്കുന്ന ക്യാമറയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ മിറർലെസ് ക്യാമറ അല്ലെങ്കിൽ DSLR ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പോകുന്നതുകൊണ്ട് വീഡിയോഗ്രാഫിക്കാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫോട്ടോഗ്രാഫിയെ കഴിഞ്ഞും കൂടുതൽ മാറ്റങ്ങൾ എപ്പോഴും എന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോഗ്രാഫി, യൂട്യൂബ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വർക്കുകളൊക്കെ കൂടുന്നതുകൊണ്ട് ഇമ്പോർട്ടൻസ് വീഡിയോഗ്രാഫിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ, ഇപ്പോൾ ഐഫോണൊക്കെ നമുക്ക് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഓഡിയോയും വീഡിയോയും ഒക്കെ ഒരുപോലെ തന്നെ കിട്ടത്തക്ക രീതിയിൽ. പിന്നെ വീഡിയോയ്ക്ക് ഏറ്റവും ബെറ്റർ സോണി ക്യാമറയാണ്, ഫോട്ടോയ്ക്ക് കനോണും നിക്കോണും ഒക്കെ നല്ലതാണ്. സോണിയുടെ കാര്യത്തിൽ വീഡിയോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഞാൻ 100% പറയാം. പക്ഷേ ഫോട്ടോയ്ക്ക് നമുക്ക് സോണിക്ക് കിട്ടും, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഗ്രേഡ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കണം. എഡിറ്റ് ചെയ്തെടുത്താൽ നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ എൻട്രി ലെവൽ ക്യാമറകളിൽ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നതിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ എടുത്ത് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ എൻട്രി ലെവൽ ക്യാമറകളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ യൂസേജിനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പം വീഡിയോസ് ഇവൻ്റ് വർക്കല്ലാതെ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെ ഒരു സെക്ഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതലായിട്ട് സംശയം വരും ഏത് ക്യാമറ എടുക്കണം. അപ്പോൾ ചിലർ എൻട്രി ലെവൽ ക്യാമറ എടുക്കുക എന്നൊക്കെ പറയും. പക്ഷേ എൻട്രി ലെവൽ ക്യാമറ എടുത്ത് നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എടുത്താൽ നമ്മളൊരു ക്യാമറ എടുക്കുന്ന ക്വാളിറ്റി ചിലപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ലെൻസുകളും കൂടെയൊക്കെ മേടിക്കണം. അതുപോലെ തന്നെ ലൈറ്റുകളെല്ലാം നല്ല എക്സ്പെൻസീവായിട്ട് സാധനങ്ങൾ യൂസ് ചെയ്താലേ ഉള്ളൂ ക്യാമറകളിൽ നല്ല ക്രിയേറ്റീവായിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അത്രയും പൈസ മുടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തുടക്കക്കാരെന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നല്ലൊരു ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഹയർ ചെയ്യുക, നല്ല നല്ല വർക്ക് വരുമ്പം അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു 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 സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഈ പ്രൊഫഷണൽ ടൂളുകളെല്ലാം കൂടെ മേടിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നുവെച്ചാൽ ഇത്രയും ഒരു നല്ല രീതിയിൽ വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലേ ഉള്ളൂ നല്ല ക്യാമറ, ലെൻസും ലൈറ്റും എല്ലാം കൂടെ മേടിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളെയും കൂടെ കിട്ടണം. അപ്പം അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. സമയം ഫോണാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ അതിൻ്റെ ആ ഒരു രീതിയിൽ എടുക്കാം. അത്യാവശ്യം എഡിറ്റിങ്ങൊക്കെ ചെയ്തിട്ട് തുടങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ എടുക്കുന്നതിനോട് ഇപ്പം യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്യാമറ എടുത്താൽ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും കാണും. എന്നുവെച്ചാൽ ക്വാളിറ്റി ഡിഫറൻസ്, സെൻസറൊക്കെ പഴകി കഴിയുമ്പോൾ തന്നെ ക്യാമറ ക്വാളിറ്റി കുറയും. ഫോട്ടോയ്ക്കാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും സെക്കൻഡ് എടുത്തിട്ട് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും നമ്മുടെ ഫ്ലാഷൊക്കെ വെക്കുന്ന സ്റ്റാൻഡുകളുടെയൊക്കെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാമെന്ന് ഉൾക്കൊള്ളിച്ചെന്നുള്ളേ ഉള്ളൂ. ഹെവി സ്റ്റാൻഡുണ്ട്, ചെറിയ സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ ഫ്ലാഷൊക്കെ ഇവൻ്റ് വർക്കിനാണ് ഹെവി സ്റ്റാൻഡ് നല്ല പൊക്കി വേണം ഫ്ലാഷ് വെക്കാൻ, സ്റ്റേജിൻ്റെ ഹൈറ്റിന് എത്താൻ വേണ്ടിയിട്ട്. വീഡിയോ ലൈറ്റ് വെക്കുന്ന ലൈറ്റ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ ലൈറ്റ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലൈറ്റ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് വെക്കുന്നൊരു ലൈറ്റ് സ്റ്റാൻഡുകളൊക്കെ യൂസ് ചെയ്യും. അത് എല്ലാ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കോമൺ ആണ്. പിന്നെ ഒക്ട എന്ന് പറയുന്ന സാധനമുണ്ട്. ഒക്ട വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വീഡിയോസ്, ലൈറ്റിനാണെങ്കിൽ ഡെഫ്യൂസർ എന്ന് പറയും, അത് അംബർലായും ഒക്ടായും ഒക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന കുറേ സാധനങ്ങളുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് കണ്ടിന്യൂസ് ഷട്ടർ എന്ന് പറയും. ഇതൊക്കെ ഒരു പാരലായിട്ട് പോകുന്ന സാധനമാണ്. ഫോട്ടോസ് ചേർത്ത് വെക്കുന്നതാണ് വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ്റ് വർക്കിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിക്കാൻ തന്നെയുണ്ട്. പലരും നിസ്സാരവൽക്കരിച്ച് കാണുന്നതോടെ എനിക്കൊരു തോന്നൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. അത് നല്ല രീതിയിൽ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് ക്വാളിറ്റിയുള്ള ക്യാമറയാണെങ്കിലും നമ്മൾ എടുത്ത് പഠിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിക്ക് നല്ല ഇവൻറ്റുകളൊക്കെ കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും. ഇല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് കയറി ഇറങ്ങിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പുതിയതായിട്ട് വീഡിയോഗ്രാഫിയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കും ഇറക്കി നിൽക്കുന്ന ആളുകൾ ജസ്റ്റായിട്ട് പറയുകയാണ്,
ബേസിക് നമ്മൾ യൂട്യൂബിലൊന്നും നോക്കി പഠിക്കാതിരിക്കുക. ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇപ്പം 3 മാസത്തെ കോഴ്സ് തൊട്ട് 2-2.5 വർഷം വരെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പഠിച്ചിട്ട് ഇറങ്ങിയാൽ ക്യാമറ എന്താണ്, ലെൻസ് എന്താണ്, അല്ല ലൈറ്റുകൾ എന്താണ്, ടൂളുകൾ എന്താണ്, ഫ്രെയിമിങ്, ഷോട്ടുകൾ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഇതായിരിക്കും, അല്ല വീഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഗ്രിഡുകൾ, റൂൾ ഓഫ് തേർഡ്, ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പം റൂൾ ഓഫ് തേർഡ് എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടുള്ള പോലെ അതിൻ്റെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറയും, അല്ലെങ്കിൽ ലീഡിങ് ലൈൻ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ പറയും. വീഡിയോഗ്രാഫിയിലാണെങ്കിൽ പാൻ ചെയ്തുള്ള വീഡിയോസ് തന്നെ എടുക്കുന്ന ക്ലാസ് കാണും, അല്ല ടിൽറ്റ് ചെയ്ത് തന്നെ എടുക്കുന്ന ക്ലാസ് കാണും. സൂം ഷോട്ടുകൾ എടുക്കുന്ന ഷോട്ടുകളെ പറ്റി തന്നെ കുറേ വീഡിയോസ് എടുക്കാൻ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്, ഫോട്ടോയ്ക്കാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും. അതിനെപ്പറ്റി ഒരു ബേസിക് അറിവ് നമുക്ക് നോളജായിട്ട് കിട്ടും. വെച്ചാൽ ഒരു 2 ആഴ്ച കൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ 3 മാസം കൊണ്ട്. ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോഷോപ്പും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പ്രീമിയർ അല്ലെങ്കിൽ FCP പോലുള്ള സോഫ്റ്റ്വെയറുകളിലാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു നോളജ് നമുക്ക്, ബേസിക് അറിവ് നമ്മളൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ട് നമ്മളൊരു ആളുടെ കീഴിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് രണ്ടും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മളൊരിക്കലും ഒരാളുടെ കൂടെ ലൈറ്റ് പിടിക്കാനൊന്നും പോയാൽ പഠിക്കുകയെന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അത്രയ്ക്ക് വരത്തുള്ളൂ. നമ്മളെപ്പോഴും ഓരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബിൽ നോക്കി പഠിക്കാമോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് നോക്കി പഠിക്കാം, പക്ഷേ അതിന് പൂർണ്ണത കിട്ടത്തില്ല. പൂർണ്ണ കിട്ടത്തില്ലെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ യൂട്യൂബ് നോക്കി ഇന്നൊരു കാര്യം പഠിച്ചു, നാളെ ചിലപ്പോൾ അത് നോക്കണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് പഠിച്ച കാര്യം നമ്മളതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തും കൂടെ നോക്കിയാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊരു ക്ലാസ്സിന് പോയി പഠിക്കുവാണെങ്കിൽ, ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യിപ്പിക്കും. പിന്നെ അതിനൊരു പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് തരുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളിത് കൂടുതലായിട്ട് പഠിക്കും. പിന്നീട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിൽ വരും, ഇതാണെന്നുള്ളത്, ഇങ്ങനെയാണെന്നുള്ളതൊക്കെ വരും. അത്രയൊക്കെയാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ വൈൽഡ് ലൈഫിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനൊക്കെ നല്ല എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാൻ നമ്മൾ പറഞ്ഞു വിടാം, പക്ഷേ അത് വേറെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഓടിച്ചിട്ട് പറയാം. ഇപ്പം എല്ലാവരും എന്നോട് കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന കാര്യമാണ് വൈൽഡ് ലൈഫ് എന്ന് വെച്ചാൽ, ഇവൻറ്റ് ഫോട്ടോഗ്രാഫിയെ കഴിഞ്ഞും കൂടുതൽ പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാവുന്നൊരു അന്തരീക്ഷമാണല്ലോ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുണ്ട്. അതിനകത്ത് കുറേ പോരായ്മകളും ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. വൈൽഡ് ലൈഫിൻ്റെ അകത്ത് പോരായ്മകൾ ആദ്യം നമുക്ക് പറയാം. ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തൊന്നും വരുമാനം ഇല്ലെന്നുള്ളതാണ് വൈൽഡ് ലൈഫിൻ്റെ അകത്ത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആരും തന്നെ അങ്ങനെ മേടിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാം കണ്ട് മേടിച്ചാൽ മേടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. വെച്ചാൽ ഒരു ഇവൻറ്റ് ഫോട്ടോഗ്രാഫർക്ക് എങ്ങനെയാണല്ലോ ഒരു പേയ്മെൻറ്റ് കിട്ടും, കുറഞ്ഞതായിരിക്കും കൂടിയായിരിക്കും പേയ്മെൻറ്റ് കിട്ടും, അതൊന്ന്. പിന്നെ വൈൽഡ് ലൈഫ് നമുക്ക് ഫോട്ടോ ചുമ്മാ ചെറവറ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കല്യാണത്തിന് പോകുന്നില്ല, നമ്മൾ വെയിറ്റ് ചെയ്തൊരു പടം കിട്ടാൻ വേണ്ടി ചിലപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. മൃഗങ്ങളെല്ലാം ആയിരിക്കുമല്ലോ, അവർ അതിൻ്റെ സമയം നോക്കി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല പടം കിട്ടാൻ, അതൊരു പോരായ്മയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഗിയറുകൾ, ലെൻസ് ആയാലും ക്യാമറ ആയാലും എല്ലാം തന്നെ നല്ല എക്സ്പെൻസാണ്. വെച്ചാൽ നമുക്ക് ദൂരെ നിന്ന് എടുക്കുന്ന ഒരു ലെൻസിൻ്റെ വില, അതായത് വെള്ള ലെൻസ്, വലിയ പുട്ടുകുറ്റി ലെൻസ് എന്നൊക്കെ പറയുന്ന ലെൻസില്ലേ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സോണിയുടെയൊക്കെ 600-നൊക്കെ ആയിട്ട് 8-9 ലക്ഷം രൂപ വില വരുന്നുണ്ട്, 9 ലക്ഷം. അപ്പോൾ അതുപോലെ പിന്നെ ബോഡിയുടെ വേറെ. അപ്പോൾ അതുപോലെ മുടക്കിയിട്ട് നമുക്ക് യാതൊരു വരുമാനവും ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ അതൊക്കെ വലിയൊരു ഇതാണ്. അപ്പം അങ്ങനെയുള്ള പൈസ കൊണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളവർക്കേ വൈൽഡ് ലൈഫ് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വരുമാന മാർഗ്ഗമാക്കി എടുക്കാൻ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല. പിന്നെ വൈൽഡ് ലൈഫിന് പോകുന്നത് യാത്രാ എക്സ്പെൻസുകൾ, നല്ല രീതിയിൽ എക്സ്പെൻസ് ഉണ്ട്. കാട്ടിൽ കയറുന്നതിലും അതിനും എല്ലാം പാസും പോക്കും യാത്രയ്ക്കെല്ലാം നല്ല എക്സ്പെൻസാണ്. അത് 4-ാമത്തെ പോരായ്മ. പിന്നീടത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ, നമുക്ക് കാട്ടിൽ കയറുക, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും വിലപിടിപ്പുള്ള ടൂളുകൾ സേഫായിട്ട് നമ്മൾ കൈ കൊണ്ട് നടക്കണം. അത് പോരാത്തതിന് കാട്ടിലാണ് പോകുന്നത്, നടന്നൊക്കെ വേണം പോകാൻ. പിന്നെ പാമ്പുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മൃഗങ്ങളുടെ ശല്യങ്ങൾ, അട്ട, അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫുഡ് കിട്ടാതെ നമുക്കൊരു അലച്ചിൽ ലൈഫായിരിക്കും. അതൊരു വലിയ പോരായ്മയാണ്. അത്ര സുഖമുള്ള, നമ്മൾ ഇതിലെ നടക്കുന്ന പോലത്തെ സുഖമുള്ള കാര്യമല്ല വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ വൈൽഡ് ലൈഫിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാട്ടിക്കൂടെ മുന്നോട്ടിക്കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫോട്ടോഗ്രാഫി കൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ക്യാമറ ഇല്ലാതെ വേണമെങ്കിലും പോകാമെന്ന് വെച്ചാൽ, ഞാൻ
വശങ്ങൾ പറയുന്നുള്ളേ ഉള്ളൂ. അപ്പം വെച്ചാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമുക്കൊന്ന് തിളങ്ങാൻ സാധിച്ചാൽ നമുക്ക് ചിലപ്പം നമ്മുടെ ഫോട്ടോസ് ആർക്കെങ്കിലും ഒരു ചാനലുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധിച്ചാൽ അവരുടെ കീഴിൽ നമുക്ക് ചിലപ്പോൾ ആ എക്സ്പെൻസുകൾ മുഴുവൻ ചാനലുകൾ എടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ കാടും മേടും കാണ്ടി നടക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഒരു ഓഫറുകളൊക്കെ കിട്ടുന്ന വ്യക്തികളാണെങ്കിൽ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ലാഭകരമാണ്. ചിലപ്പം ക്യാമറ ഉൾപ്പെടെ ന്യൂസ് ചാനൽ, ഇപ്പം മനോരമയൊക്കെ പോലെയുള്ള ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ ടൂൾ, അതായത് ക്യാമറാസ് ഗിയർ സഹിതമാണ് അവർ തന്നു വിടുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് അവരുടെ കീഴിലാണ്. അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. വൈൽഡ് ലൈഫ് മേഖലയായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വൈൽഡ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞു, വേറെ വിഷയം മാറിപ്പോകുന്നു. വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമാണ്. പിന്നെ നമുക്ക് ചില നല്ല ഫോട്ടോസിനൊക്കെ നല്ല പ്രൈസ് കൊടുത്ത് ചിലർ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ കിട്ടിയാൽ നമ്മളങ്ങ് അടിച്ച് കയറിപ്പോവും. പിന്നെ ഒരു പേരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിൽക്കേണ്ടി വരത്തില്ല, അതുപോലെ വർക്കായിരിക്കും. അല്ലെ ചിലപ്പം വെച്ചാൽ നാഷണൽ ജിയോഗ്രഫിയൊക്കെ ഇപ്പോൾ ചാനലുകളൊക്കെ സ്പോൺസർ ചെയ്താൽ പിന്നെ നമ്മുടെ ലൈഫ് സെറ്റാണ്. വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞും കൂടുതൽ സാലറി ആയിരിക്കും കിട്ടുന്നതും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ കുറേ പോയിൻറ്റുകളുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള ബേസ് പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഇത്രയും വരെ എത്തിയത്. അപ്പം വീഡിയോഗ്രാഫിയിൽ ഞാൻ ബേസിക്കലി വീഡിയോ എഡിറ്ററായിട്ടാണ് എൻ്റെ ഒരു ലൈഫ് തുടങ്ങുന്നത് തന്നെ. അതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു ക്രൈസിലാണ് പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫിയിലേക്കും വീഡിയോ എഡിറ്റിങ്ങിലേക്കും ഡിസൈനിങ്ങിലേക്കും എല്ലാം പഠിച്ചിറങ്ങിയത്. അപ്പം എപ്പോഴും നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും പഠിക്കുന്ന ഒരാൾ എഡിറ്റിങ്ങും കൂടെയൊക്കെ പഠിച്ചിരിക്കുക എന്നുള്ളൊരു ബേസിക്കായുള്ള കാര്യമാണ്. ഇന്ന് വെച്ചാൽ ഒരു 5-6 വർഷം മുമ്പ് വരെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു, എഡിറ്റർ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നു, വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നു, വീഡിയോ എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം അതെല്ലാം മാറി. ഫോട്ടോഗ്രാഫർ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നു, വീഡിയോഗ്രാഫർ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അല്ലെ ഫോട്ടോയും വീഡിയോയും ഒരാൾ തന്നെ എടുക്കുന്നു. വെച്ചാൽ ക്യാമറകൾ അപ്ഡേറ്റ് ആയി, രണ്ടും കൂടി എടുക്കാവുന്ന ക്യാമറകളാണ്. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്, അല്ലെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത്. അല്ലെ ഞാൻ ഇന്ന് ചെയ്യുന്നൊരു കൺസെപ്റ്റിൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല. അപ്പോൾ നമ്മളെല്ലാം പഠിക്കുക ഇങ്ങനൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പം. അല്ലെ എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.